ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മണിപ്പുട്ടാണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ: 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, 1/4 കപ്പിൽ കൂടുതൽ തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിന് വെള്ളം ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു കപ്പിന് 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1.5 കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും. നമുക്കെന്നാൽ ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിപ്പോൾ ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചു, സ്റ്റവ് ഓണാക്കി കൊടുക്കുകയാണ്. അതിൽ ഞാൻ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ആ 1.5 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഇപ്പം അരിപ്പൊടി നന്നായിട്ട് മൂക്കാത്തത് കൊണ്ടാണ് 1.5 കപ്പ് ഒഴിച്ചത്. നല്ല മൂത്ത അരിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1.25 2 കപ്പ് വെള്ളം ഒഴിക്കേണ്ടി വരും. അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുകയാണ്. ഉപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതിയാവും. ഇപ്പം വെള്ളം ഏകദേശം തിളച്ചിട്ടുണ്ട്. നമ്മുടെ മാവ് അതിലേക്ക് കുറേശ്ശെയായിട്ട് തട്ടിയിടാം. ഫ്ലെയിം നമുക്കൊന്ന് കുറച്ച് കൊടുക്കാം. ഈ മാവ് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പം നമ്മുടെ മാവ് ഏകദേശം കുഴച്ച് കഴിഞ്ഞു. നമ്മൾ ഈ ഒരു പരുവത്തിൽ കുഴച്ച് കിട്ടണം. നമുക്കിത് തണുക്കാനായിട്ട് വയ്ക്കാം. നമ്മുടെ മാവ് തണുക്കാനായി ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഓക്കെ, നമ്മുടെ മാവ് ഇപ്പോൾ കുറച്ചൊന്ന് തണുത്തിട്ടുണ്ട്. ഒരു സൈഡിൽ നിന്ന് നമുക്കിങ്ങനെ ഉരുട്ടി എടുക്കുമ്പോഴത്തേക്ക് ബാക്കി തണുത്ത് കിട്ടും. അപ്പം ഞാനിങ്ങനെ ഈ ഒരു ബോള് പോലെ ഇതുപോലെ ഉരുട്ടിയാണ് എടുക്കുന്നത് മണിപ്പുട്ടിന് വേണ്ടിയിട്ട്. ഈ ഉരുട്ടി എടുക്കുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മുടെ വീട്ടിലെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഇത് ഏൽപ്പിച്ചാൽ മതിയോ. അവരെ കൈയൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് അവരെ ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഭയങ്കര സന്തോഷത്തോടുകൂടി എത്രയും പെട്ടെന്ന് ഇത് ഫുള്ള് ഉരുട്ടി തരുന്നതായിരിക്കും. അവരുടെ വികൃതിയും കുറഞ്ഞു കിട്ടും, നമുക്ക് നമ്മുടെ മാവ് ഉരുട്ടി കിട്ടുകയും ചെയ്യും. നമ്മുടെ മാവെല്ലാം ഇപ്പം കുറേശ്ശെയായിട്ട് ഞാൻ ഉരുട്ടി എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇനി നമുക്കൊരു 3 അരിപ്പൊടി വിതറി കൊടുക്കാം. കാരണം ഇത് എല്ലാം കൂടി ഒന്നായിട്ട് ഒട്ടാതിരിക്കാൻ. ഓക്കെ, ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ? ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം. അപ്പോൾ ഇതിലും കുറച്ചും കൂടെ ചെറിയ ബോളാക്കിയാൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പം എനിക്ക് അത്രയും ചെറിയ ബോളാക്കാൻ താല്പര്യമില്ല, കാരണം കുറേ കൂടെ സമയമെടുക്കും. നമ്മുടെ കുക്കർ അടുപ്പത്തേക്ക് വെച്ചു. അപ്പം കുക്കറിൽ ഞാൻ ഇത്രയും വെള്ളം വെച്ചിട്ടുണ്ട്. ഈ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് പുട്ടുകുറ്റിയിൽ കുക്കർ അടച്ചിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓണാക്കുകയാണ്. വെള്ളം ഒന്ന് തിളയ്ക്കാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. എൻ്റെ മോളും മോനും ഒക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് ഈ മണിപ്പുട്ട് ഉണ്ടാക്കുമ്പോഴേ എനിക്ക് ഒത്തിരി എളുപ്പമായിരുന്നു. കാരണം അവരുടെ കയ്യിലാണ് ഞാനിത് ഉരുട്ടി എടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത്. ആ ദിവസം അവർ നന്നായിട്ട് ഫുഡ് കഴിക്കുകയും ചെയ്യും. അവർ രണ്ടുപേരും ഒത്തിരി സന്തോഷത്തിലുമാണ് ഇത് ഇത്ര ഉരുട്ടാൻ കൊടുക്കുന്നതിൻ്റെ സന്തോഷം. ഞാനിപ്പോൾ കുറ്റി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മാവ് നിറച്ച് കൊടുക്കാം. തേങ്ങയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് ചേർത്ത് വയ്ക്കാവുന്നതാണ്. ഞാനിപ്പോൾ തേങ്ങയിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഇനി നമുക്ക് മണിപ്പുട്ടിൽ നിന്ന് കുറച്ച് വാരിയിടാം. വീണ്ടും നമുക്ക് നമ്മുടെ തേങ്ങ ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇത് കുറേശ്ശെ ഇങ്ങനെ വാരി നിറയ്ക്കാം. തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിപ്പം മട്ടൻ കറിയുടെ കൂടെ കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ചിക്കൻ കറിയോ ബീഫ് കറിയുടെ കൂടെയോ ഫിഷ് കറിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു പുട്ടാണ്.
ഇനി നമുക്കിത് മുകളിലോട്ട് വെച്ച് കൊടുക്കാം. നമുക്ക് ഒരു ചിരട്ട കൊണ്ട് ഇത് അടച്ചു കൊടുക്കാം. നമ്മുടെ മണിപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതെടുത്ത് കുത്തി നോക്കാം. നമ്മുടെ മണിപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ പോസ്റ്റ് ചെയ്യുക. ഞാനിതിൽ ഒരു കഷ്ണം എടുത്ത് ഞങ്ങളിപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു മട്ടൻ കറിയാണ്. നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കുമെന്ന് കരുതുന്നു. താങ്ക് യു. ബൈ ബൈ.